ലവ്ലി ദേവികയുടെ പുതിയൊരു കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഥ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും സ്റ്റോറീസ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയോ വേണം. ഒരു അടിപൊളി അമ്മയുടെയും മോൻ്റെയും കഥയായാലോ? അമ്മയ്ക്കും മോനും ഫാൻസ് ഇവിടെ കൂടുതലല്ലേ. അപ്പോൾ ചെക്കൻ്റെ പേര് ആദർശ് എന്നാണ് കേട്ടോ. ആദർശിന് 21 വയസ്സ്. അമ്മയുണ്ട്, അമ്പിളിക്ക് 44. നേരെ കഥയിലേക്ക് പോയാലോ? ഒരു മലയോര പ്രദേശം, ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലായിട്ടാണ് ആ കുടുംബം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ ഏതൊരാൾക്കും അറിയാവുന്ന കല്ലിങ്കൽ കുടുംബം. ഗൃഹനാഥനായ അനിൽ 48 വയസ്സ്. ആളൊരു ഓട്ടോ ഡ്രൈവറാണ്. വേറെ കുറെ ഓട്ടോ ഡ്രൈവർമാരുണ്ടെങ്കിലും നാട്ടിലുള്ള എല്ലാവരും അനിലിനെയാണ് കൂടുതലും ഓട്ടത്തിന് വിളിക്കാറ്. കാരണം ഒന്നേ ഉള്ളൂ, അനിലിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവരോടുമുള്ള സ്നേഹവും സത്യസന്ധതയും. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാ കല്ലിങ്കൽ കുടുംബം. അനിലും ഭാര്യ അമ്പിളിയും അവരുടെ മക്കളായ ആദർശും അഭിരാമിയും. അഭിരാമിക്ക് 18 വയസ്സ്. അനിലിൻ്റെ പ്രായമായ അമ്മ മിനിയുണ്ട്. അമ്മയ്ക്ക് 70 വയസ്സാണ്. ഇതൊക്കെയാണ് അവരുടെ കുടുംബം. അമ്പിളിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഒരു വീട്ടമ്മ. ആദർശ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. അടുത്തതായി ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ. അഭിരാമി ഇപ്പോൾ +2 പഠിക്കണം. ആദർശും അഭിരാമിയും നന്നായിട്ട് പഠിക്കൂട്ടോ. അച്ഛൻ്റെ അമ്മയുടെയും പ്രതീക്ഷകളാണ് ഈ രണ്ടുപേരും. ഇതുവരെ ആ പ്രതീക്ഷയ്ക്ക് ഒരു കോട്ടോ വരെ വരുത്തിയിട്ടില്ല. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് തന്നെ അനിൽ സ്റ്റാൻഡിലേക്ക് പോകും ഓട്ടോ ഓടിക്കാനായിട്ട്. അനിൽ പോകുന്ന സമയത്തിന് മുന്നേ തന്നെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുത്തു വിടും അമ്പിളി. ആദർശിനിപ്പോൾ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഫുൾ ടൈം വീട്ടിൽ തന്നെ. +2 പഠിക്കണോണ്ട് 7 മണിയാകുമ്പോൾ തന്നെ അഭിരാമി വീട്ടിൽ നിന്ന് ഇറങ്ങും. അഭിരാമി വരുമ്പോഴേക്കും വൈകിട്ട് 6 മണിയാവും. ജോലിയും ഓട്ടോ ഒക്കെ കഴിഞ്ഞ് അനിലെത്തുമ്പോൾ രാത്രി 10 മണിയും. പിന്നെ അമ്മ മിനിയുണ്ടല്ലോ, അധിക സമയവും വീട്ടിലുണ്ടാവാറില്ല. തനിക്ക് പ്രായമായെന്നും ഇനി എത്ര കാലമാണെന്ന് വിചാരിച്ചും മറ്റു മക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ വീട്ടില് മാറി മാറി നിൽക്കുകയാണ് അമ്മ. സത്യം പറഞ്ഞാല് അമ്മയും മോനും മാത്രം പകൽ സമയം വീട്ടിലുണ്ടാവാറില്ലേ. ഇപ്പോ ഈ കല്ലിങ്കൽ കുടുംബത്തിന്റെ ഒരു ഇതിവൃത്തം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമ്മുടെ കഥയിലേക്ക് വരാട്ടോ. സത്യം പറഞ്ഞാല് രാവിലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് വേറെ ഒരുപാട് പണിയൊന്നും ആ വീട്ടിലാകുമ്പോഴേക്കില്ല. അമ്മയെ എല്ലാ കാര്യത്തിലും അടുക്കളപ്പണിയിൽ ഉൾപ്പെടെ മോൻ സഹായിക്കാറുമുണ്ട്. പിന്നെ TV കണ്ടും മാസികകൾ വായിച്ചും ആ ദിവസം അങ്ങനെ അമ്മയും മോനും തള്ളി നിൽക്കും. ഇടയ്ക്കൊക്കെ ഉച്ചമയക്കം ഉണ്ടാവാറുണ്ടേ. വീട്ടിൽ വേറെ ആരും ഇല്ലാത്ത കൊണ്ട് എന്താ, ഉച്ചമയക്കം അമ്മയും മോനും ഒന്നിച്ച് ഒരു കട്ടിലിൽ തന്നെ. ആദർശിന് 2 ആഗ്രഹങ്ങളെ ജീവിതത്തിലുള്ളൂ. എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി നേടുക. നല്ല ജോലി എന്ന് വെച്ചാൽ അച്ഛനെയും അമ്മയും ജോലിക്ക് വിടാതെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി കുടുംബത്തിൻ്റെ എല്ലാ കഷ്ടപ്പാടും മാറുന്ന രീതിയിലുള്ള സാലറിയുള്ളൊരു ജോലി. രണ്ടാമത്തേത് അതോടൊപ്പം തന്നെ തൻ്റെ പെറ്റമ്മയെ സ്വന്തമാക്കുക. ആദർശിന് അവൻ്റെ അമ്മയോട് ഒരിഷ്ടം തുടങ്ങിയിട്ട് കുറച്ചു നാളായി. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇതൊക്കെയെന്നൊന്നും അവന് ഉത്തരമില്ല. അമ്പിളിയുടെ ശരീരപ്രകൃതി ആരെയും ആകർഷിക്കുന്ന ഒന്നാ. ശരിക്കും പറഞ്ഞാൽ 32 മുകൾ ഭാഗം. നല്ല ഭംഗിയിൽ ഒതുങ്ങി നിൽക്കുന്ന ശരീരപ്രകൃതി. താഴെ വരുന്ന 85 സൈസും. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കണ്ണിൽ അമ്മ ഒരു ഇടിവെട്ട് സ്ത്രീയാ. അവനമ്മയോട് വളരെ ഇഷ്ടമാ. ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പൊ അമ്മയെ സ്വപ്നം കണ്ടാണ് അവൻ ഉറങ്ങാറുള്ളത്. അതുവരെ എത്തി കാര്യങ്ങൾ. ഈ ആഗ്രഹമൊക്കെ ഉള്ളിലിട്ട് നടന്നിട്ടും അവൻ്റെ പഠനത്തെ ബാധിച്ചിട്ടില്ല കേട്ടോ. നല്ലോണം പഠിക്കുന്ന മോനായോണ്ട് അമ്പിളിക്ക് മോനെ ഒത്തിരി ഇഷ്ടം. അതുകൂടാതെ പൊതുവെ അമ്മമാർക്ക് ആൺമക്കളോടാണല്ലോ ഇഷ്ടം കൂടുതലുള്ളത്. ഇവിടെ അങ്ങനെ തന്നെ.
ഒരു സാധാരണ വീട്ടമ്മയായ അമ്മയെ വളച്ചൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് അവൻ അറിയാം. തട്ടിയും മുട്ടിയും ഒക്കെ സംതൃപ്തി അടയും. അമ്മയോർത്ത് സ്ഫോടനങ്ങൾ നടത്താത്ത ദിവസം പോലും അവനില്ല. കുറെ വഴികൾ കണ്ടെത്തും. ഒന്നും വിജയിക്കാതെ വരുമ്പോ നിരാശ തോന്നും. ഇപ്പോയി അവന് നിരാശ വരുന്നില്ല കേട്ടോ. ഒക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാ. ഒന്ന് പോയാൽ അടുത്ത വഴി. അങ്ങനെ കുറെ നാള് കടന്നുപോയി. ഒരിക്കലൊരു ഉച്ചമയക്കത്തിനിടെ മറുവശം തിരിഞ്ഞു കിടക്കുന്ന അമ്പിളിയെ അവൻ കൊതിയോടെ നോക്കി. ശരിക്കും പറഞ്ഞാല് അമ്മയുടെ ആ പിന്നാമ്പുറാണ് അവന് കൂടുതൽ ഇഷ്ടം. എന്തൊരു വിരിവാണെന്നോ. ഒതുങ്ങിയ ശരീരപ്രകൃതിയും അല്പം മെലിഞ്ഞതുമായതുകൊണ്ട് ശരീരത്തിൽ നിന്ന് അതിങ്ങനെ വേറിട്ട് നിൽക്കുന്ന പോലെ തോന്നും. വലുപ്പ കൂടുതലുള്ളതുപോലെയും. അമ്മ നല്ല ഉറക്കത്തിലാ. അവൻ അതുകൊണ്ടെന്താ അമർന്നങ്ങ് കിടന്നു പിന്നിൽ നിന്ന്. ചുറ്റിപ്പിടിച്ച് ആവശ്യത്തിന് ഫോഴ്സൊക്കെ അരക്കെട്ടിൽ കൊടുത്തു തന്നെ അവൻ കിടന്നേ. ആദ്യം ഒന്ന് തൊട്ടു, ചെറുതായി അമർത്തി. ഒരു പ്രതികരണവുമില്ല അമ്മയിൽ നിന്ന്. അമ്മ നല്ല ഉറക്കമാ. നല്ല കാര്യം. മെല്ലെ മെല്ലെയായി ഇപ്പോൾ അവൻ ചെയ്യുന്നത്. പതിയെ ആ കട്ടില് കുലുങ്ങി തുടങ്ങി. അമ്മ എഴുന്നേൽക്കാതിരിക്കാൻ കുറച്ചു നേരത്തേക്ക് അവൻ നിർത്തും. പിന്നെ വീണ്ടും തുടരും. കുറേ നേരം ആസ്വദിച്ച് തന്നെ ഈ സമയം അങ്ങ് കടന്നുപോയി. സ്വർഗീയ സുഖ ആദർശ് അനുഭവിച്ചുകൊണ്ടിരുന്നേ. ഇങ്ങനെ ഒരു അവസരത്തിനായി എത്ര കാലായി കാത്തിരിക്കുന്നു. അവൻ അതിന്റെ അപ്പുറം കുരുത്തക്കേടൊന്നും കാണിച്ചില്ലാട്ടോ. അമ്മ എഴുന്നേറ്റാലോ. കുറെ നേരത്തെ പരാക്രമത്തിനൊടുവിൽ അവൻ ഇട്ടിരുന്ന ആ ഷോർട്സിൽ തന്നെ കാര്യം നടത്തി. അമ്പിളിയിൽ നിന്ന് കുറച്ച് മാറിക്കിടുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും അമ്മ അറിഞ്ഞില്ലേ? അമ്മയുടെ ഉറക്കം അപാരം തന്നെ, അവൻ മനസ്സിൽ പറഞ്ഞുപോയി. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. പിറ്റേന്നും അവർ രണ്ടുപേരും മാത്രമായിരുന്നു വീട്ടിൽ. അമ്മയുമൊത്തുള്ള നിമിഷങ്ങൾ ആദർശിനിപ്പോ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലായി. അമ്മയും ഞാനും ഒറ്റയ്ക്കുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മോനെപ്പോലെയായി അവൻ. ഒരു ദിവസം ഉച്ചയ്ക്ക് ഹാളിലിരുന്ന് അമ്മ മാസികകൾ വായിക്കുകയാണ്. അമ്പിളി കാണാതെ അവൻ മുറിയിൽ കയറി. അമ്മയുടെ നല്ല ആ സാധനം തന്നെ കേട്ടോ മോഷ്ടിച്ചു. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഈ വസ്ത്രത്തോട് ആൺകുട്ടികൾക്ക് എന്താണാവോ ഇത്ര ഇഷ്ടം. തിരിച്ച് റൂമിലെത്തുമ്പോഴേക്കും അവന് കൊതി സഹിക്കാൻ പറ്റാതെയായി. ആസ്വദിച്ചു തന്നെയാണ് അവൻ അതിലേക്ക് സ്ഫോടനം നടത്തിയത്. അവന്റെ കണ്ണു മുഴുവനും സ്വന്തം അമ്മ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന കാഴ്ചയായിരുന്നു. ഒരു 10 മിനിറ്റാണ് അവൻ അതുമായി പരാക്രമം നടത്തിയത്. കുറെ കഴിയുമ്പോഴേക്കും ഹാളിൽ ഒരു കാൽപ്പെരുമാറ്റം. പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ നേരെയാക്കി. അതൊന്ന് കഴുകാൻ പോലും അവൻ മെനക്കെട്ടില്ല. സാധാരണ വൃത്തിയാക്കി ഉണക്കിയൊക്കെയാണ് കൊണ്ടുപോയി വെക്കാറുള്ളത്. എന്തോ ഇന്നതിനുള്ള സമയം കിട്ടിയില്ല. ധൃതിക്ക് അത് കൊണ്ടുപോയി അമ്മയുടെ മുറിയിൽ വെച്ചു. അമ്മയോട് ഓരോ കുശലമൊക്കെ പറഞ്ഞ് ആ ദിവസം അവർ തങ്ങ് തള്ളി നീക്കി. വീട്ടിലെ കറി സാധനങ്ങളും മറ്റും തീരാറായാൽ അനിൽ അമ്പിളിക്ക് കാശ് കൊടുത്തിട്ടാ പോകുന്നേ. മോനെയും കൂട്ടിപ്പോയിട്ടാണ് അവളുടെ ഷോപ്പിംഗ് എല്ലാം. ഒരു ദിവസം അവർ സാധനങ്ങളൊക്കെ വാങ്ങാൻ ടൗണിൽ പോയി. ഒരു 15 മിനിറ്റെങ്കിലും നടന്നാണ് ടൗണിലെത്തുക. മലയോര പ്രദേശമാണെങ്കിൽ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയെ തൊടാനും പിടിക്കാനുമുള്ള അവസരം അവൻ ആ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് പോലും മുതലാക്കാതിരുന്നില്ല. അതിനിടയ്ക്ക് അവൻ്റെ കലാപരിപാടികൾ ഉച്ചമയക്കത്തിനിടയിലുള്ളതും അമ്മയുടെ മുറിയിൽ നിന്ന് അതൊക്കെ മോഷ്ടിക്കുന്നതുമായിട്ട് കടന്നുപോയി. ശരിക്കും ഇങ്ങനെ പോയാൽ പറ്റില്ല. അമ്മയോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയണം, അല്ലാതെ ഈ ഒരു പോക്ക് അവസാനിക്കില്ല. അവനൊക്കെ തുറന്നു പറയാൻ തീരുമാനമെടുത്തു. ധൈര്യം സംഭരിച്ച് അമ്മയോട് പറയാനായി അടുക്കളയിലേക്ക് നടന്നു. അമ്മയെ അവിടെ കാണില്ല. അമ്മയോടെ പോയി വീടിന്റെ പുറകുവശം നോക്കുമ്പോഴേക്കും അവിടെയും കാണുന്നില്ല. ഇനി അടുത്തുള്ള വിറകുപുരയിലായിരിക്കോ? വീടിന്റെ ആ പഴയ സാധനങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്ന മൂലയ്ക്ക് എന്തൊക്കെയോ കുറെ ഇരുമ്പ് സാധനങ്ങൾ. അതിന്റെ ചുവട്ടിൽ അമ്മയുടെ ഒരു നല്ല വസ്ത്രം കിടക്കുന്നു. ആ ചെറിയ വസ്ത്ര കഷ്ണം അവന്റെ കണ്ണിലേക്ക് ചെന്നപ്പോൾ തന്നെ അവന് ഓർമ്മ വന്നു. കുറച്ചു മാസം മുന്നേ
താൻ ഇതിലല്ലേ സ്ഫോടനം നടത്തി നിറച്ചു വെച്ചിരുന്നത്? നല്ല പുത്തൻ സാധനമായിരുന്നു. അയ്യോ, അമ്മ എന്താ ഇത് ഉപയോഗിക്കാതെ കളഞ്ഞോ? ശോ, അവനാകെപ്പാടെ ഒരു ടെൻഷനായി. അമ്മ ഇതൊക്കെ മനസ്സിലാക്കിയോ? അതുകൊണ്ടാണോ ഉപേക്ഷിച്ചേ? അവന്റെ മനസ്സിൽ പല പല ചോദ്യങ്ങൾ. അവിടെ തന്നെ ഇട്ട് തിരിഞ്ഞതും അത് അമ്പിളി തന്റെ പിറകിൽ. അവനൊന്ന് പരിങ്ങി. അമ്മ ഇത് എവിടെ പോയതാ? ഓ, അപ്പുറത്ത് ലില്ലിയുടെ വീട്ടില് പുതിയ നൈറ്റിയുടെ ഇറക്കം ഒന്ന് കുറയ്ക്കണമായിരുന്നടാ. അവളുടെ മെഷീനിൽ വെച്ചടിച്ചാലേ എൻ്റെ ഡ്രസ്സൊക്കെ ഓക്കെ ആവുള്ളൂ. അല്ല, നീ എന്തിനാ ഞാൻ കത്തിച്ചു കളയാൻ വെച്ചതൊക്കെ എടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? അത് ഞാൻ നോക്കുമ്പോൾ അവിടെ അമ്മയുടെ നല്ലൊരു ഡ്രസ്സ് കിടക്കണു, അതുകൊണ്ട് നോക്കിപ്പോയതാ. അമ്മ അത് ഉപയോഗിക്കില്ലേ? ഞാനത് ഉപയോഗിക്കാനിരുന്നതാ, പക്ഷെ അതിലാരോ എന്തൊക്കെയോ തേച്ച് വെച്ചു. എനിക്കെന്തോ അറപ്പ് തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ ഉപയോഗിച്ചില്ല, അത് കളയാന്ന് വിചാരിച്ചു. ആദർശിനെ അടിമുടി ചുഴുന്നൊരു നോട്ടം നോക്കിക്കൊണ്ട് അമ്പിളി പറഞ്ഞു, നീ അകത്തേക്ക് വാ. അവൾ അടുക്കളയിലേക്ക് കയറിപ്പോയി. ദൈവമേ, അമ്മയെല്ലാം മനസ്സിലാക്കി. ഇനി എങ്ങനെ മുഖത്ത് നോക്കും? അവന് സങ്കടായി. അമ്മയോട് ഇഷ്ടമുണ്ടെന്ന് പറയണ പോലെ അല്ലല്ലോ ഇതുപോലുള്ള കള്ളത്തിലൊക്കെ ചെയ്ത് പിടിക്കപ്പെടുന്നത്. രണ്ടും രണ്ട് രീതിയിലല്ലേ? കുറെ ദിവസമായിട്ടും അമ്മയുടെയും മോൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് അങ്ങ് മാറിയില്ല. വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ ആവശ്യങ്ങൾക്ക് മാത്രമേ സംസാരിക്കാറുള്ളൂ. ആദർശനാണെങ്കിലോ അമ്മയോട് സംസാരിക്കാൻ പറ്റാത്തതിൽ വല്ലാത്ത വിഷമം. അമ്മ ഉറങ്ങാതെയായി ഇപ്പൊ കിടക്കുന്നേ. കട്ടിൽ ഇവൻ ചെല്ലുമ്പോഴേക്കും അമ്മ ചോദിക്കും, നീ എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? അമ്പിളി അവനോട് ചോദിച്ചു. അമ്മയോട് എനിക്ക് സംസാരിക്കണം. മോനെ, ആദർശേ, നീ പറയാൻ പോകുന്ന എന്താന്ന് എനിക്കറിയാം. അങ്ങനെയൊക്കെ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അത് നിനക്ക് മാത്രമേ പറ്റുള്ളൂ. എന്തുകൊണ്ടാ നീ അത് ചെയ്തെന്നൊക്കെ മനസ്സിലാക്കാനുള്ള വിവരം ഇപ്പോൾ എനിക്കുണ്ട് കേട്ടോ. നിന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ അനിയത്തി ഉണ്ടായതിന് ശേഷം ഞാനും എൻ്റെ അച്ഛനും അങ്ങനെയുള്ള ജീവിതം നിർത്തിയതാ. ഈ സാഹചര്യത്തിൽ നിനക്ക് മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ. നിനക്ക് എങ്ങനെ തോന്നിയടാ അമ്മയോട് ചെയ്യാൻ? അമ്മമാരെ പറ്റി അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ലെന്ന് മോൻ അറിയില്ലേ? അമ്മ പറയണ കേട്ടപ്പോഴേക്കും എനിക്ക് സങ്കടം വന്നുപോയി. കണ്ണുനീര് വരുന്നതേയില്ല. കുറെ നേരത്തെ നിശബ്ദത ഭേദിച്ച് ഞാൻ പറഞ്ഞു, എങ്ങനെയോ തോന്നിപ്പോയമ്മ, അതുകൊണ്ടാ. എനിക്ക് ഉത്തരല്ല. അമ്മയെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു പോയി. മറക്കാൻ ശ്രമിക്കുമ്പോളാ അമ്മയെ എനിക്ക് മറക്കാൻ പറ്റില്ലെന്നും എൻ്റെ മനസ്സിൽ അമ്മയല്ലാതെ മറ്റൊരു സ്ത്രീയില്ലെന്നും മനസ്സിലാവുന്നേ. എൻ്റെ ഉള്ളിൽ എന്നും അമ്മയുണ്ടാവും. അമ്മ എനിക്ക് വേണം. വേറൊരു പെൺകുട്ടികളോടും ഇത്ര നാൾ പഠിച്ചിട്ടും കോളേജിൽ പോയിട്ടൊന്നും ആർക്കും എൻ്റെ മനസ്സ് സ്വാധീനിക്കാൻ പറ്റിയിട്ടില്ല. അമ്മയ്ക്കറിയോ, ഊണിലും ഉറക്കത്തിലും രാവും പകലൊന്നും ഇല്ലാതെ അമ്മ മാത്രം എൻ്റെ മനസ്സിൽ. അമ്മയെ സ്വപ്നം കണ്ട ഞാൻ ഉറങ്ങുന്നതും എണീക്കുന്നത്. ഇത്ര പറയുമ്പോഴേക്കും അവൻ നിലവിളിച്ചു പോയിരുന്നു. തൊട്ടടുത്ത നിമിഷം അമ്മയെ മേങ്ങലടിച്ച് കരഞ്ഞുപോയി. അവനോട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പോവാൻ പറഞ്ഞു. അവൻ അവിടെ നിന്നില്ല. ഒരാഴ്ചത്തേക്ക് അമ്മയോട് അവൻ മിണ്ടിയില്ല. എങ്കിലും അമ്മയ്ക്ക് എന്നും രാത്രി കൊടുക്കാറുള്ള ആ നിവേദ്യം അവൻ നിർത്തിയിട്ടില്ല. വേറൊന്നുമല്ല, അമ്മയൊരു ഹരമാണല്ലോ. ഒരു ദിവസം അമ്പിളി രാവിലെ മുറ്റടിക്കുകയായിരുന്നു. മുറ്റമെന്ന് പറയാൻ മാത്രമില്ല, ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അച്ഛൻ സുനിലിന് ഓട്ടോ കയറ്റി ഇടാൻ പറ്റും, അതിനുള്ള ഇടം മാത്രം. അമ്മ മുറ്റടിക്കുമ്പോൾ അവൻ എല്ലാ ദിവസവും ആ കാഴ്ച കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കൺട്രോൾ പോവും. വേറൊന്നുമല്ല, നൈറ്റിയുടെ മുൻഭാഗം അമ്പിളി മോനുള്ളത് കൊണ്ട് നന്നായി ശ്രദ്ധിക്കും. അവനിൽ നിന്ന് ആ കാഴ്ച മറയ്ക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ ഉപരി അവനാ പിന്നാമ്പുറ ഇഷ്ടമെന്ന് അവൾക്കറിയില്ലല്ലോ. അല്ലെങ്കിലും മുറ്റമടിക്കുമ്പോഴുള്ള ആ നിൽപ്പിൽ നിന്ന് പിന്നാമ്പുറം എങ്ങനെ മറയ്ക്കാൻ പറ്റും? കൺട്രോള് പോയിട്ട് വേഗം ആദർശം മുറിയിൽ നിന്ന് ഇറങ്ങി അമ്മയുടെ പുറകിൽ പോയി നിന്ന് ഒന്ന് ഞെരിച്ചു വിട്ടു. ഒന്ന് ആഞ്ഞടിച്ചു കൈകൊണ്ട്. നീ എന്താടേ കാണിക്കുന്നേ?
ദേഷ്യത്തിൽ അതുമാത്രം പറഞ്ഞ് അമ്മ മുറ്റടിക്കുന്നത് തുടർന്നു. പിന്നീട് അവൻ അവിടെ നിന്നില്ല. ഒരു ധൈര്യം കിട്ടിയിരുന്നു. പിന്നീട് ആ ദിവസം മുഴുവനും സമയം കിട്ടുമ്പോഴും സന്ദർഭം വരുമ്പോഴും അമ്മയുടെ ആ ഭാഗങ്ങളിലൊക്കെ അവൻ തഴുകാനും തലോടാനും തുടങ്ങി. ചുമ്മാ പിടിക്കാൻ മാത്രമല്ല കേട്ടോ, പുറത്തുകൂടി അത്യാവശ്യം വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ തലോടാൻ തന്നെ തുടങ്ങി. അമ്മ ആദ്യം ദേഷ്യപ്പെടുമെങ്കിലും പിന്നീട് അത് കുറഞ്ഞു വന്നു. അമ്മയിൽ നിന്ന് പ്രതികരണമില്ലാത്തത് ആദർശിന് കൂടുതൽ ധൈര്യം നൽകി. ശരിക്കും പറഞ്ഞാല് അച്ഛനുമായിട്ടുള്ള പരിപാടികളൊക്കെ അമ്മ ഇപ്പൊ നിർത്തിയെന്ന് കേട്ടപ്പോൾ തന്നെ അവന്റെ മനസ്സിൽ അമ്മയോട് സഹതാപം തോന്നി. ഇത്രയും കാര്യം അമ്മയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ സ്ത്രീയെ ഉണർത്തണമെന്നും വർഷങ്ങൾക്ക് ശേഷം ഒരാണിന്റെ കരസ്പർശം കൊടുത്ത് അമ്മയെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്ന ഒരു സ്ത്രീയാക്കി മാറ്റണമെന്നും അവൻ മനസ്സിൽ സ്വപ്നം കണ്ടു. ശരിക്കും പറഞ്ഞാൽ അത് മാത്രല്ല, അമ്മയോടുള്ള അവന്റെ പ്രണയം ഇങ്ങനെ പൂത്ത് തളർത്തു നിന്നു. ഇഷ്ടം കൂടിയത് കൊണ്ടാണെന്ന് അറിയില്ല, അവൻ ഈ പ്ലാനൊക്കെ ഇട്ട് തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് സുന്ദരിയായി പോലെ തോന്നി അമ്മയെ. ഇടയ്ക്കിടയ്ക്ക് അടുക്കള ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ വിയർപ്പ് കൊണ്ട് കുതിർന്നു നിൽക്കുന്ന അമ്മയുടെ നൈറ്റിൽ നിന്ന് വരുന്ന ഒരു ഗന്ധമുണ്ട്. ആ സുഗന്ധം അവരെ മത്ത് പിടിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ തൻ്റെ ഭർത്താവിനും കുടുംബത്തിനുമുള്ള ആ സൽപ്പേര് മാത്രം ഓർത്തായിരുന്നു അമ്പിളി കുറേയൊക്കെ സഹിച്ചു നിന്നിരുന്നത്. ആണിൽ നിന്ന് കിട്ടുന്ന ഒരു കരസ്പർശം ഇത്രയും കാലം സഹിച്ചു നിൽക്കുമ്പോഴും അവളതൊക്കെ ആഗ്രഹിച്ചു പോയി. ഏതൊരു സ്ത്രീയും അമ്പിളിയെപ്പോലെ ആവണമെന്ന് നാട്ടിലുള്ളവർ പറയും. ശരിക്കും പറഞ്ഞാൽ ആ നിഷ്കളങ്കതയൊക്കെ സ്വന്തം മോന്റെ കൈവിരുതിൽ അവൾ മറന്നുപോയി. ഭർത്താവിന് ശേഷം ഒരു അന്യപുരുഷന് കീഴ്പ്പെട്ടു പോകുന്നതും അത് താൻ നൊന്ത് പ്രസവിച്ച മോൻ. അവന് കീഴ്പ്പെട്ടു പോകുന്നത് അവൾ അറിഞ്ഞു. പക്ഷേ അതിലവൾക്ക് കുറ്റബോധമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സന്തോഷവും അല്ലാത്തൊരു കൊതിയും മാത്രം. പിന്നീടുള്ള ദിവസങ്ങളിൽ ആദർശൊന്ന് തൊടാൻ അമ്പിളി ആഗ്രഹിച്ചു കൊണ്ടേയിരുന്നു. അവൻ വന്ന് ഓരോ ഭാഗത്ത് തലോടുമ്പോഴേക്കും അമ്പിളി അവനോട് ചാരി അങ്ങ് ചേർന്ന് നിന്നു കൊടുക്കും. അമ്മ വഴങ്ങുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. പകൽ സമയത്ത് വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതും രണ്ടാൾക്ക് സൗകര്യമായി. അടുക്കളപ്പണിക്കിടെ അമ്മയെ സഹായിച്ചു കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് പെട്ടെന്ന് പോവാറില്ല. തൊട്ടും തലോടിയും അമ്മയെ അവൻ സുഖിപ്പിക്കും, ഉണർത്തിയെടുക്കും. കിച്ചൺ സ്ലാബിലേക്ക് ചേർത്ത് നിർത്തി അമ്മയിലേക്ക് അവൻ വേണ്ടുന്ന തൻ്റെ അരക്കെട്ടിലെ സുഖമൊക്കെ അമർത്തി ഉരച്ചു കൊടുക്കും. ഇങ്ങനെ ഓരോന്ന് ചെയ്ത് അമ്പിളിക്കിപ്പോ മകന്റെ ആ കരപ്പരിലാളെണ്ണയിൽ ലയിച്ച് അതൊക്കെ കിട്ടാതെ പറ്റില്ലെന്ന അവസ്ഥയിലെത്തി. ഒരു ദിവസം ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ആദർശം മാറി നേരെ ഹാളിലേക്ക് പോയി. സുഖം തടസ്സപ്പെട്ടതറിഞ്ഞ് അമ്പിളിക്ക് സങ്കടായി. എങ്ങോട്ട് പോവാ മോനെ നീ? അമ്മ എന്നോട് കുറെ നാൾ മിണ്ടാതിരുന്നില്ലേ? അതിന്റെ വിഷമം എനിക്ക് ഇതുവരെ പോയില്ല. അതന്നല്ലേ മോനെ? അവളുടെ മുഖം വാടി. സത്യം പറഞ്ഞാൽ അവന് സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു. അമ്മയ്ക്ക് തന്നോടുള്ള ആ ഇഷ്ടം എങ്ങനെയുണ്ടെന്ന് അറിയാനായി അമ്പിളിയെ ചുമ്മാ പറ്റിക്കാൻ അങ്ങനെ ചെയ്തേ. ഏതായാലും അമ്മ ഇപ്പോ മനസ്സ് നിറഞ്ഞാൽ തനിക്ക് വേണ്ടി നിൽക്കുന്നതെന്ന് അവന് മനസ്സിലായി. ഇനിയും കൂടുതൽ നീട്ടിക്കൊണ്ടു പോവാൻ പറ്റില്ല. നാളെ തന്നെ പറ്റുമെങ്കിൽ കുറെ നാൾ ഉള്ളിൽ കൊണ്ട് നടന്ന ആഗ്രഹം സഫലാക്കണം. അമ്മയെ എടുത്തങ്ങ് പൂശണം. അമ്മയ്ക്ക് ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത ആ സുഖം പകർന്നു കൊടുക്കണം. അനിൽ നേരത്തെ പോകുന്ന കൊണ്ട് കുഴപ്പമില്ല. അഭിരാമി 7 മണിയാവും പോവാൻ. രണ്ടാളും പോയി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് അമ്മയും ഞാനും മാത്രമാവാൻ വേണ്ടി അവൻ കാത്തിരിക്കുക. ഇത് മുഴുവൻ ആലോചിച്ച് ആ തലേ ദിവസം രാത്രി അവൻ തീരെ ഉറങ്ങിയില്ല. അല്ലെങ്കിലും സ്വന്തം അമ്മയെ സ്വപ്നം കാണുന്ന ഏത് മോനാ തൻ്റെ ആഗ്രഹം സഫലമാവാൻ പോകുന്നതിന് തൊട്ടു മുന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റുന്നതല്ലേ? പിറ്റേ ദിവസം കണ്ണു തുറന്നത് രാവിലെ 10 മണിക്കാ. അവൻ അടുക്കളയിലേക്ക് പോയി. പ്രതീക്ഷിച്ച പോലെ തന്നെ അവൻ ഇഷ്ടമുള്ള ഒരു ചുവപ്പിൽ മഞ്ഞ പൂക്കളുള്ള നൈറ്റിയാ അമ്മ ധരിച്ചിരുന്നത്.
അത്യാവശ്യം വെളുത്ത നിറമുള്ള അമ്മയ്ക്ക് ആ ചുവപ്പ് നൈറ്റി നന്നായി ചേരും. എന്തൊരു ഭംഗിയാന്നോ അമ്മയുടെ കണങ്കാലുകളും കഴുത്തുമൊക്കെ കാണാൻ. അത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും, ആണത്തമുള്ള ആൾക്കും കൺട്രോൾ പോവും. നല്ല ചൂടുള്ള സമയം ഈ അടുക്കളപ്പണിക്കിടെ വിയർത്ത് കുതിർന്നു നിൽക്കുമ്പോൾ തലമുടിയിൽ നിന്നുള്ള ആ കാച്ചെണ്ണയുടെ ഗന്ധവുമൊക്കെയായി അവന് അമ്മയെ കണ്ടപ്പോൾ തന്നെ കൺട്രോൾ പോകുന്നത് പോലെ. ആ എഴുന്നേറ്റോ? നീ എന്താടാ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ? എന്തൊരു ഉറക്കാ ചെറുക്കാ ഇത്? അവൻ മറുത്തൊന്നും പറയാതെ ഓടിച്ചെന്ന് അമ്പിളിയെ കെട്ടിപ്പിടിച്ചു. കുറെ നാളുകളായി കൊതിച്ചിരിക്കുന്നു, ഇന്നെങ്കിലും ഈ കനി നുകരണം. അവൻ അമ്പിളിയെ ആസ്വദിച്ച് ചുണ്ടുകൾ വലിക്കാൻ തുടങ്ങി. അമ്പിളി തള്ളി മാറ്റി. കുറച്ച് കഴിയട്ടടാ, അമ്മയ്ക്ക് അടുക്കളയിൽ കുറച്ചുകൂടി ജോലിയുണ്ട്. അമ്മ പറയണത് കേൾക്കാൻ അവനപ്പോൾ പറ്റില്ലായിരുന്നു. ആസ്വദിച്ച് അവൻ ഓരോന്ന് ചെയ്തുകൊണ്ടേയിരുന്നു, നുണഞ്ഞുകൊണ്ടേയിരുന്നു അവൻ. കുറച്ച് കഴിയുമ്പോഴേക്കും മോൻ്റെ ആ സ്നേഹസ്പർശത്തിൽ അവൾക്ക് സഹിച്ചു നിൽക്കാൻ പറ്റിയില്ല. മതിമറന്ന് അമ്പിളിയും അതിൽ ലയിച്ചുപോയി. 2 മിനിറ്റോളം അവർ പരസ്പരം അങ്ങ് ചുണ്ടുകൾ വലിച്ചുകൊണ്ടേയിരുന്നു. ശ്വാസം മുട്ടിയപ്പോഴാ അമ്പിളി അവനെ തള്ളി മാറ്റി. ഇപ്പൊ ഹാളിലേക്ക് പോന്നി, അമ്മ ഇപ്പൊ തന്നെ വരാം, കുറച്ച് പണി കൂടിയുണ്ട്. ഏതായാലും ഉച്ചയാകുമ്പോഴേക്കും അമ്മയുടെ പൊന്നുമോൻ ക്ഷീണിക്കും, അപ്പൊ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അമ്പിളി കള്ളച്ചിരിയോടെ പറഞ്ഞു. ഇന്ന് അമ്മയാ ക്ഷീണിക്കാൻ പോകുന്നേ, കണ്ടോ? ഒരു കള്ളച്ചിരിയും അത്യാവശ്യം വെല്ലുവിളിക്കുന്ന ശബ്ദത്തിലും പറഞ്ഞ് അവനകത്തേക്ക് പോയി. തൻ്റെ മോൻ്റെ പൗരുഷം. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവനെ കുളിപ്പിച്ചിരുന്നതൊക്കെ അവൾ ഓർത്തു. ഇപ്പോൾ അവനൊരൊത്ത പുരുഷനായി. ഇടയ്ക്കിടയ്ക്ക് പറമ്പിലൊക്കെ പണിയെടുക്കുന്നത് കൊണ്ടാവും അവൻ്റെ അച്ഛനേക്കാൾ എത്ര ഉറച്ച ശരീരം. ഏതൊരു സ്ത്രീ കണ്ടാലും കൊതിച്ചു പോവും. ഇരുനിറവും വളർന്നു നിൽക്കുന്ന ഇടതൂർന്ന തലമുടിയും ആ മീശയും താടിയും നല്ല കട്ടിയിലാ ഉള്ളത്. നിഷ്കളങ്കതയല്ല, കണ്ണിൽ കത്തുന്ന തീക്ഷ്ണതയാണിപ്പോൾ അവന്. മോൻ്റെതായി സ്വന്തമായി മാറാൻ അമ്പിളിക്ക് കൊതിയായി. കാത്തിരുന്ന് ആദർശിന്റെ ക്ഷമ നശിച്ചു. അപ്പോഴാ അടുക്കളയിൽ നിന്നുള്ള വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടത്. അമ്മ ഇപ്പോൾ വരും തൻ്റെ അടുത്തേക്ക്. ആദ്യ രാത്രിയിൽ ഭാര്യയെ കാത്തിരിക്കുന്ന ഭർത്താവിനെ പോലെ അവന്റെ നെഞ്ചടിപ്പ് കൂടി. നിമിഷങ്ങൾക്കകം തൻ്റെ സ്വപ്നസുന്ദരി അടുക്കള വാതിൽ കടന്ന് ഹാളിലേക്ക് വന്നു. ആദർശിനെ വശ്യമായി നോക്കി അമ്പിളി ഒന്ന് ചിരിച്ചു. ആ ചിരിയാണ് സത്യം പറഞ്ഞാൽ അവന്റെ മനസ്സങ്ങ് കവർന്നെടുത്തു പോയത്. എന്തൊരു സുന്ദരിയാ എൻ്റെ അമ്മ! അടുത്ത നിമിഷം മുറിയിലേക്ക് കയറി അമ്പിളി ഡോറിന്റെ കുറ്റിയിട്ടു. അമ്മയെ നോക്കി കാലുകൾ നീട്ടി ആ ബെഡിലിരിക്കുകയായിരുന്നു ആദർശ്. ഇട്ടിരുന്ന നൈറ്റി അവൾ തലവഴി എടുത്തു ആദർശിന്റെ മുഖത്തേക്ക് നീട്ടിയെറിഞ്ഞു. അവനത് ക്യാച്ച് ചെയ്തു. അമ്മയുടെ ആ വിയർപ്പ് മണം ആസ്വദിച്ച് വലിച്ചു. അത് കണ്ടപ്പോൾ തന്നെ അമ്പിളിക്ക് നാണം വന്നു. ഇവന്റെ ഒരു കൊതി. ഇവന്റെ അച്ഛൻ പോലും ഇത്രയും തീക്ഷ്ണതയോടെ തന്നെ പ്രണയിച്ചിട്ടില്ല. അമ്പിളി ധരിച്ചിരുന്ന ഉള്ളിലുണ്ടായിരുന്ന ആ കറുപ്പ് നിറത്തിലെ 2 പീസ് അവൻ ആദ്യമായിട്ട് അമ്മയെ അങ്ങനെ കണ്ടപ്പോഴേക്കും അവന്റെ പൗരുഷം അങ്ങ് 90 ഡിഗ്രിയിൽ ഉണർന്നു. അതുമാത്രല്ല, ജീവിതത്തിൽ ഇത്രയധികം ചോരയ്ക്ക് ചൂട് പിടിച്ച നിമിഷം ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. അടുത്ത നിമിഷം തന്നെ അമ്മ നോക്കി നിൽക്കെ അവനും തൻ്റെ ദേഹത്തുണ്ടായിരുന്ന ആ വസ്ത്രശകലങ്ങളൊക്കെ ഊരി അഴിച്ചങ്ങെറിഞ്ഞു. അതാ തൻ്റെ മോൻ്റെ താൻ ഇത്രയും കാലം കാത്തിരുന്ന ആ പൗരുഷം അതങ്ങനെ ഉയർന്നു നിൽക്കുന്നു. ഒരു വലിയ ആനച്ചന്തത്തിൽ അതിങ്ങനെ ആടുന്നുണ്ട്. അമ്പിളിക്കത് കണ്ടപ്പോഴേക്കും മൂത്തു. ശരീരത്തിൽ അവശേഷിക്കുന്ന ആ മറ്റു 2 കഷ്ണങ്ങൾ കൂടി അവൾ ഊരി അങ്ങ് മൂലയിലേക്ക് എറിഞ്ഞു. അമ്മയുടെ നഗ്ന ശരീരം ആദർശ് ആദ്യമായി കാണുന്ന മുഹൂർത്തം. അവളവന്റെ അടുത്തേക്ക് ചെന്നു. ഒട്ടും നേരം കളയാതെ 2 പേരും ആസ്വദിച്ച് പരസ്പരം ചുണ്ടുകൾ വലിച്ചു. ആദർശാണെങ്കിലോ ഇത്രയും കാലം കാത്തിരുന്ന അമ്മയുടെ ഓരോ ഇഞ്ചും അവൻ നുണഞ്ഞങ്ങ്
അമ്മയെ സുഖിപ്പിച്ചുകൊണ്ടേയിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരമായിരുന്നു. ആരാണ് പരസ്പരം കൂടുതൽ സുഖിപ്പിക്കുന്നതെന്ന് അറിയാനുള്ള മത്സരം. കുറെ നേരം അമ്പിളി സുഖം കൊണ്ട് ഞെരങ്ങി. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പിൻഭാഗവും മുൻഭാഗവുമൊക്കെ അവൻ നന്നായി തന്നെ കുഴച്ചങ്ങ് മറിച്ചു. അമ്മയുടെ രുചി ഇത്രയും കാലം തൻ്റെ നാവ് നുകർന്നിട്ടുള്ളതിൽ ഏറ്റവും രുചിയേറിയത്. അവൻ ആർത്തിയോടെ ആ തേൻപുഴയിൽ മുഖമമർത്തി. മോനെ, അമ്മയ്ക്ക് പറ്റണില്ലടാ, എന്തെങ്കിലും ചെയ്യ. അമ്പിളി പുലമ്പിപ്പോയി. അമ്മയെ ഞാൻ എന്താ ചെയ്യണ്ടേ? അവൻ ചോദിച്ചു. അമ്മയെ എൻ്റെ പൊന്നുമോൻ സ്വർഗം കാണിക്ക്, അവള് വശ്യമായി പറഞ്ഞു. കള്ളി. അതും പറഞ്ഞ് അവൻ അമ്പിളിയെ പൊക്കി തൻ്റെ അരക്കെട്ടിലേക്ക് മെല്ലെ ഇരുത്തി. അതാ ആഗ്രഹിച്ച സമയം അമ്മയ്ക്കുള്ളിലേക്ക് അവൻ്റെ പൗരുഷം മൂളിയിട്ടു. രണ്ടുപേരും സുഖത്തിന്റെ ഉച്ചകോടിയിലെത്തി. എത്ര ആഗ്രഹിച്ചതാന്നോ ഈ മുഹൂർത്തം. എൻ്റെ അമ്മയെ ഇനി എന്നും എനിക്ക് വേണം. ഈ അമ്മ ഇനി എന്നും അമ്മയുടെ പൊന്നുമോൻ്റെയാ. അത് പറഞ്ഞു തീരുമ്പോഴേക്കും രണ്ടുപേരും ആസ്വദിച്ച് ഓരോ ഭാഗങ്ങൾ ഇളക്കി തുടങ്ങി. അമ്മയുടെ ഓരോ അനക്കത്തിനും അവന്റെ ശബ്ദം കൂടി വന്നു. രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കുറെ നേരം. തൻ്റെ മോൻ്റെ സ്റ്റാമിനയിൽ ആ അമ്മയ്ക്ക് അത്ഭുതം തോന്നിപ്പോയി, അഭിമാനവും. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലം കൊണ്ട് അവൻ്റെ അച്ഛൻ്റെ ആ ശരീരത്തിന് പോലും തന്നെ ഇത്ര സുഖിപ്പിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മ നല്ല ഓടക്കുഴൽ വായനയും നടത്തി. അവനെന്തായാലും അമ്മയുടെ പെർഫോമൻസ് വല്ലാതെ അങ്ങ് ബോധിച്ചു. തൻ്റെ മോൻ്റെ ആ കരാവിരുതൊക്കെ അമ്മയ്ക്കും. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ആരുമില്ലാത്തത് അവർക്ക് ഉഷാറായി. സഹിച്ചു നിൽക്കണ്ടല്ലോ ശബ്ദങ്ങളൊക്കെ. മതിമറന്ന് തന്നെ ആ അമ്മയും മോനും ആസ്വദിച്ച് നിലവിളിച്ച് തന്നെ സുഖിച്ചു. ഏതാണ്ട് 3/4 മണിക്കൂറോരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എല്ലാം ആസ്വദിച്ചു. മകന്റെ പ്രഹരമേറ്റ് അമ്മ തളർന്നു പോയിരുന്നു. വേറെ ഒന്നുമല്ല, അമ്മ 2 or 3 വട്ടം അങ്ങ് സ്വർഗത്തിലെത്തി. എന്നിട്ടും അവൻ തളർന്നിട്ടില്ലല്ലോ എന്നോർത്തപ്പോഴേക്കും ആൾക്ക് ആശ്ചര്യം തോന്നിപ്പോയി. എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ അകത്തേക്ക് തന്നെ അവൻ ആ സ്ഫോടനം നടത്തണമെന്ന് ആഗ്രഹമായിരുന്നു. അരക്കെട്ടിലേക്ക് അവൻ അവസാന തുള്ളിയും അങ്ങ് നിറച്ചു. രണ്ടുപേരും കെട്ടിപ്പുണർന്ന് ആ ബെഡിലേക്ക് മലർന്നു വീണ് കിതച്ചു. ഇരുവരും വല്ലാതെ തളർന്നു പോയിരുന്നു. ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് 2 മണിക്കാണ് ചെറിയ ഉറക്കം കഴിഞ്ഞ് അവർ എണീക്കുന്നേ. വസ്ത്രമൊക്കെ ധരിച്ച് പഴയ പടിയായി ആ അമ്മയും മോനും. രണ്ടുപേർക്കും മുഖത്ത് നോക്കാൻ നാണം. അല്ലെങ്കിലും അത് അനുഭവിച്ചവർക്കറിയാം. ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം മുഖത്ത് നോക്കുമ്പോൾ എന്തൊരവസ്ഥയല്ലേ. ആകെ നാണിച്ച് ഓർക്കാൻ പോലും കഴിയില്ല. അമ്പിളിക്കൊരു മധുവിധ കഴിഞ്ഞ പോലെ ആയിരുന്നു തോന്നിയേ. ഭക്ഷണം കഴിച്ചവർ മുറിയിൽ പോയി ഒന്നുകൂടി ഉറങ്ങി. വൈകിട്ട് അനിയത്തി അഭിരാമിയും ഓട്ടം കഴിഞ്ഞ് അനിലും വീട്ടിലെത്തി. കുറെ നേരം അമ്മയെ അടുക്കളയിൽ അവൻ സഹായിച്ചെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു കെട്ടിപ്പുണരലിനും അമ്മയുടെ ചുണ്ടുകൾ വലിക്കുന്നതിനും വേണ്ടിയാണ് അവൻ കാത്തുനിന്നത്. അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും മുറിയിലേക്ക് വന്നു. സ്വന്തം അച്ഛൻ്റെ കൂടെ കിടക്കുന്ന അമ്മ അന്ന് രാത്രിയിൽ മോന്റെ കരുത്തോർത്ത് സ്വന്തമായി ആസ്വദിക്കുകയാണെന്ന് അവൻ അറിഞ്ഞില്ല. ആദർശാവട്ടെ അമ്മയെ കൊതിയോർത്ത് ഓരോന്നാലോചിച്ച് അവൻ തഴുകി സുഖിച്ചുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ഭർത്താവും ഇളയ മോളും ക്ലാസ്സിലേക്കും ജോലിക്കുമൊക്കെയായി പോയി. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അമ്മയുടെ മോൻ ആദർശ്. അമ്പിളി ആവട്ടെ രണ്ടുപേരും വീട്ടിൽ നിന്നിറങ്ങിയ പാടെ കഥ കടച്ച് ആ നൈറ്റി അങ്ങ് കാറ്റിൽ പകർത്തി ഭർത്തി ആദർശിന്റെ മുറിയിലേക്ക് ഓടുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മോന്റെ കൈക്കരുത്തില്ലാതെ, ശരിക്കും പറഞ്ഞാൽ അമ്പിളിക്കിപ്പോ കിടക്കപ്പുറത്തില്ലാത്ത അവസ്ഥയായി. എന്ത് രസമല്ലേ ആ അമ്മയും മോന്റെയും ജീവിതം. ഇതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കണേ.
ശരിക്കും പറഞ്ഞാൽ അമ്മയെ സ്നേഹിക്കുന്ന, മോനെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാർക്കും മക്കൾക്കുമായി ഞാൻ ഈ കഥ സമർപ്പിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായി ദേവ വീണ്ടും വരും. ബൈ ബൈ ഡിയേഴ്സ്. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ.